പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന തിരുവചനം ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. അത് ഇപ്രകാരമാണ്: താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാണ്, താൻ സ്നേഹിക്കുന്നവനാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ് ശിക്ഷണം ലഭിക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ ദൈവം മക്കളായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരെയാണ് പ്രഹരിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് ശിക്ഷ കിട്ടുമ്പോൾ, പ്രഹരമേൽക്കപ്പെടുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം പോലെ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. വചനം പറയുകയാണ്, താൻ സ്നേഹിക്കുന്നവനാണ് കർത്താവ് ശിക്ഷണം നൽകുന്നത്, മക്കളായി സ്വീകരിക്കുന്നവരെയാണ് പ്രഹരിക്കുന്നത്. വീണ്ടും വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുഭാഷിതം 8:21 ഇപ്രകാരം പറയുന്നു: ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരു കുറവും വരാനായിട്ട് സമ്മതിക്കുകയില്ല എന്ന് മാത്രമല്ല, സമ്പന്നത, അതായത് പൂർണ്ണത, തികവ് ആഗ്രഹിക്കുന്നതിന് ഉപരി, ആഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തില് ദൈവം അവരെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദാനമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 4:19 നമ്മൾ വായിക്കുന്നു: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം തരും. അപ്പം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് ദൈവം നമ്മൾക്ക് ശിക്ഷണം തരുന്നു, നമുക്ക് പ്രഹരങ്ങൾ തരുന്നു, ദുഃഖങ്ങൾ തരുന്നു. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ അവകാശപ്പെടുന്നതിലും എല്ലാം ഉപരിയായ നന്മകള് അതിന്റെ പൂർണ്ണതയിൽ തരുന്നു. അതുപോലെ സ്ത്രീ എടുത്തു പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് വേണ്ടതെല്ലാം സമർത്ഥമായിട്ട് ഒരു കുറവുമില്ലാതെ ദൈവം നമുക്ക് നൽകുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നമുക്കും ദൈവത്തെ സ്നേഹിക്കാനും ആ സ്നേഹത്തിന്റെ അടയാളമായിട്ട് ജീവിത അനുഭവങ്ങളെ സ്വീകരിക്കാനും അങ്ങനെ സമൃദ്ധിയുടെ കൃപാവരങ്ങളുടെ സമൃദ്ധിയിൽ മുന്നോട്ട് പോകാനും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.